ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് മൊരിച്ചത്, ടോസ്റ്റ് ചെയ്തല്ല, മൊരിച്ചത്, നല്ലപോലെ അല്പം ബട്ടർ ചേർത്ത ബ്രെഡ്. അതായത് വീറ്റ് ബ്രെഡാണ്, മധുരമില്ലാത്ത ബ്രെഡാണ്. മൊരിച്ചതും മുട്ട ഓംലെറ്റും സോസുമാണ്, ടൊമാറ്റോ സോസും, പിന്നെ ഒരു കോഫിയും. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസവും. ഇന്നലെ 2 ദിവസം കൊണ്ട് പുട്ടും പഴവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഓരോ ദിവസവും ഒരു മാറ്റം വേണമല്ലോ. ബ്രെഡ് ഇരിക്കുന്നു, ചപ്പാത്തിക്ക് ഒരു കറിയൊക്കെ വേണം. ഇതാകുമ്പോഴൊരു സോസും ഈ ബ്രെഡും കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും. അപ്പോൾ സോസൊക്കെ ഒഴിച്ച് ഞങ്ങൾ തന്നെ കോഫിയും കുടിച്ചില്ല. ഞാൻ 2 ഗ്ലാസ് വെള്ളം കുടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയും കോഫിയും കൂടെ കുടിക്കാം. അപ്പോൾ ശരി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഓക്കെ. ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ കാണാം. ചോറാണ് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ മത്തങ്ങ എരിശ്ശേരി, ക്യാരറ്റും ബീൻസും കൂടെ ഒരു തോരനല്ല, മെഴുക്ക് പുരട്ടി. തേങ്ങ കൊണ്ടുള്ള ഒരു കറി ഉണ്ടല്ലോ, അപ്പോൾ അതിനോട് ഇനി സ്പൂൺ കുഞ്ഞായിപ്പോയി. മെഴുക്ക് പുരട്ടി. പിന്നുള്ളത് ചിക്കൻ റോസ്റ്റാണ്. രാവിലെ ചിക്കൻ വാങ്ങിച്ചു, പകുതി ചിക്കൻ മാറ്റി വെച്ചു, ബാക്കി പകുതിയാണ് ഇപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് പ്രഷർ കുക്കറിലാണ് ഞാൻ റോസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ റെസിപ്പി പ്രത്യേകം ഇടുന്നുണ്ട്. ഇപ്പോൾ എടുത്തു. ചോറ്, മത്തങ്ങ എരിശ്ശേരി, ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഇത് 3 കൊണ്ടുള്ളൊരു മെഴുക്ക് പുരട്ടി, പിന്നെ ചിക്കൻ റോസ്റ്റ്. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കട്ടെ. പ്രഷർ കുക്കർ തുറന്നപ്പോൾ അല്പം ചാറുണ്ടായിരുന്നു. അത് ഞാൻ അതിൽ തന്നെ വെച്ച് പറ്റിച്ചെടുത്തു. ഇപ്പം നല്ല ഡ്രൈ റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ശരി, ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ. മലയാളം പച്ചക്കറിയൊക്കെ തീരാറായി. മത്തങ്ങ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്, അതെടുത്ത് ഒരു എരിശ്ശേരി വെച്ചു. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് പച്ചക്കറികളോട് എടുത്തു. ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി വെച്ചു. പിന്നെ ഒരു ചിക്കൻ ഇന്ന് രാവിലെ വാങ്ങിച്ചു. അതിൻ്റെ പകുതി അല്പം മഞ്ഞൾപ്പൊടി പുരട്ടി ഒരു പാത്രത്തിലാക്കി ഇനി ഫ്രീസറിലോട്ട് വെക്കുകയാണ്. 2 ചിക്കൻ ലെഗ് ഉൾപ്പെടെ മാറ്റി വെച്ചു. ഇരിക്കട്ടെ. ബാക്കി പകുതി വലിയ കോഴിയാണ്, 2.5 കിലോയിൽ കൂടുതലുണ്ട്. ചിക്കനും വിലയൊക്കെ കൂടി, കിലോയ്ക്ക് 151 രൂപയാണ്. പ്രഷർ കുക്കറിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുമ്പോൾ അടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ഒരു 2 സവാള, ഒരു വലിയ തക്കാളി നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് പൊടികളായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചേർത്തതിന് ശേഷം ഒരു ഉപ്പ് പാകത്തിനാക്കിയിട്ട് ഒരു 1/4 ഗ്ലാസ് അല്പം വെള്ളം ഒന്നൊഴിക്കുക. എന്നാലും ബാക്കി വെള്ളം കാണും. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി ഉപ്പ് പാകത്തിനാക്കണം. പ്രഷർ കുക്കർ അടച്ച് 2 വിസിൽ ഹൈ ഫയറിൽ വെക്കണം. ബാക്കി ഞാനൊരു 10 മിനിറ്റ് ലോ ഫയറിലാണ്, മീഡിയം അല്ല, ലോ ഫയറിലാക്കി. എങ്കിലും തുറന്ന് അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു. എന്നിട്ടും ചാറ് അല്പം കൂടെ പറ്റാനുണ്ട്, അത് പറ്റിച്ചു. വീണ്ടും എണ്ണ ഒരുപാടില്ലാതെ നല്ലതുപോലെ വെന്ത് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. പക്ഷേ പോലെ ഈ രീതി ചെയ്താൽ മതിയാകും. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരുപാട് കൂടി പോകരുത്. നല്ല രുചികരമായ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് രുചികരമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കേ.